പാലാ നഗരത്തിൽ വീണ്ടും വെള്ളക്കെട്ട്. പാലാ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വെള്ളം കയറി. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഈരാറ്റുപേട്ട നഗരത്തിൽ വെള്ളം കയറിയിരുന്നു. രാവിലെ ഈരാറ്റുപേട്ട വെള്ളം ഇറങ്ങിയപ്പോഴാണ് പാലാ നഗരം വെള്ളത്തിലായത്. റാംഷാ CP ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റാംഷാ, പാലാക്കാരും ഈരാറ്റുപേട്ടക്കാരും ഒക്കെ വലിയ ദുരിതത്തിലാണ്. കടകളും വീടുകളിലുമൊക്കെ വെള്ളം കയറിയ സാഹചര്യം. അതിനു പുറമെ വീണ്ടും മഴ പെയ്താലുള്ള സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ഇന്നലെ രാത്രിയിലെ മഴ അത് വീണ്ടും ചതിച്ചു. ഈരാറ്റുപേട്ടയിൽ നിന്നും വീണ്ടും വെള്ളം പാലായിലേക്ക് ഇറങ്ങി. പാല വീണ്ടും വെള്ളത്തിലാകുന്ന സാഹചര്യം അല്ലേ? റോഷ്നി, തീർച്ചയായും കഴിഞ്ഞ ദിവസം പാലായിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതാണ്, നമ്മൾ കണ്ടതാണ്. ആ വെള്ളം കയറി നഗരത്തിൽ വെള്ളം കയറിയത് പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി പൂർണ്ണമായും ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വീണ്ടും മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. രാവിലെയോടുകൂടി മീനച്ചിലാറിൽ 21 അടി വെള്ളമാണ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഇപ്പോൾ 3 മണിയാകുമ്പോൾ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട്. 20.5 അടി വെള്ളമാണ് ഇപ്പോൾ മീനച്ചിലാറ്റിൽ ഉള്ളത്. ഈ 3 മണി സമയത്തെ കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. പക്ഷേ നഗരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പാലാ നഗരത്തിൻ്റെ ഭാഗമായുള്ള ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടെ നഗരത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്നത് ബിഷപ്പ് ഹൗസാണ്, പാലാ ബിഷപ്പ് ഹൗസാണ്. ഈ ബിഷപ്പ് ഹൗസിന് അകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ഗേറ്റിൻ്റെ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി നിൽക്കുകയാണ്. ഇങ്ങനെ റോഡ് ഇപ്പോൾ ആളുകൾക്ക് നടന്നു പോകാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ പോലും വലിയ നിലയിൽ ഇവിടെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം ഇരച്ചെത്തിയിരുന്നു. രാവിലെ കുറച്ചുകൂടി വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അല്പം ഒരു ആശ്വാസമുണ്ട്. വീടുകളിലെ മിറ്റം വരെ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ എന്നതാണ്. പക്ഷേ കടകളിലെല്ലാം ഇപ്പോഴും വലിയ ദുരിതത്തിലാണ്. ഇവിടെ കടകൾ തുറക്കാൻ ഈ വ്യാപാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചയോടുകൂടി വെള്ളം ഇറങ്ങി അവർ കടകളെല്ലാം വൃത്തിയാക്കിയൊക്കെ പോയതാണ്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും അതേ നിലയിൽ വെള്ളം ഇരച്ചെത്തുകയാണ്. പക്ഷേ അതിലൊരു അല്പം ഒരു ആശ്വാസം. ഇന്ന് കഴിഞ്ഞ ദിവസം വന്നത് ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ വെള്ളമായിരുന്നു. പക്ഷേ ഇന്ന് ഈ മഴവെള്ളം, പെയ്ത്ത് വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് അത്ര കണ്ട് വലിയ ചളിയും കല്ലും മണ്ണും ഒന്നും ഒഴുകി വരുന്നൊരു സാഹചര്യം ഇല്ല എന്നത് അല്പം ഒരു ആശ്വാസമാണ്. പക്ഷേ എന്നാലും കടകളിലേക്കെല്ലാം വെള്ളം ഇരച്ചു കയറി അവർക്ക് കടയ്ക്കകത്ത് വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഇവിടെ ചില നാട്ടുകാർ നമുക്ക് കാണാം, ഈ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇവർക്ക് വാഹനമൊന്നും ഉപയോഗിച്ച് അപ്പുറം പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ചേട്ടാ, എവിടുന്ന വരുന്നത്? ഇവിടെയാണോ? വീട് ഇവിടെയാണോ? ഇവിടെ അടുത്ത് തന്നെ ഈരാറ്റുപേട്ടയിലാണ്. രാവിലെ ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി. ഈരാറ്റുപേട്ടയിലെ കടകൾ മുഴുവൻ ഓണം പ്രമാണിച്ച് ഒത്തിരി സ്റ്റോക്ക് സാധനങ്ങൾ കൊണ്ടുവന്നു. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. വ്യാപാരികളുടെ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനം മുഴുവൻ തീർന്നു. ലോണും ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കടക്കണിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങുമ്പോഴാണ് പാലയിൽ വെള്ളം കയറി വരുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും കോട്ടയം വരും. അപ്പം ഞങ്ങളുടെ ആരെങ്കിലും കാണാൻ വന്നാണോ? എന്താ ആവശ്യത്തിന് വന്നാണോ? ഇവിടെ വന്നിരിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയുടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറിയോ? പുള്ളിയുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഷ്നി, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവിടെ ഒരു ഓട്ടോ ഈ വെള്ളത്തിൽ ഇറങ്ങി വരുന്നതിനിടയിൽ ഓഫായി പോയി. പക്ഷേ ഇവിടെ നാട്ടുകാരൊക്കെ ചേർന്നത് തള്ളി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓട്ടോ ഇപ്പോൾ ചേട്ടൻ ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ വെള്ളത്തിൽ വന്നതിൻ്റെ ഒരു പ്രശ്നം ആ ഓട്ടോയ്ക്ക് നമുക്ക് കാണാം. അത് ആക്സിലേറ്റർ കൊടുത്തിട്ട് പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ വണ്ടിക്കകത്ത്, അതായത് എഞ്ചിനിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട്. ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സമീപത്തെ കടക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ്. കാരണം ഈ വലിയ ലോറികളൊക്കെ പോകുന്ന സമയത്ത് വെള്ളം ഈ ഒരു തിരമാല കണക്കെ അടിച്ച് കയറുകയാണ്. സമീപത്തെ കടകളിൽ, താഴ്ന്ന ഷട്ടറുകളുള്ള കടകളിലേക്കെല്ലാം ഈ വെള്ളം അടിച്ചു കയറി ഷട്ടറുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വാഹനങ്ങൾ ഇതുവഴി പോകരുത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപാരികൾ കൂടി അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ്. വലിയ ലോറികളൊക്കെ ബൈപ്പാസ് ഉപയോഗിച്ച് പോകണം എന്നത് നേരത്തെ നഗരസഭ ഭാരവാഹികളും ഉൾപ്പെടെ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ്. ആ തരത്തിൽ നമുക്ക് കൂടി അത് ഒന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വലിയ വാഹനങ്ങൾ ഈ പാലാ നഗരത്തിന് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടി വരരുത്. കാരണം ഇവിടെ വെള്ളക്കെട്ടുണ്ട്. നിങ്ങൾ വലിയ വാഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ സമീപത്തെ വീടുകളിൽ അതുപോലെ കടകളിലേക്കെല്ലാം വെള്ളം അടിച്ച് കയറുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് സൃഷ്ടിക്കുന്നത്. വെള്ളപ്പാച്ചിലിൽ വെള്ളം കയറാത്ത കടകളിൽ പോലും വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. റോഷ്നി, ഏതായാലും അല്പസമയം കൊണ്ട് വെള്ളം കുറച്ചുകൂടി ഇറങ്ങും എന്നതാണ് കരുതുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉച്ചവരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം, ഒരുപക്ഷെ വൈകുന്നേരത്തിന് ശേഷമാണ് വലിയ നിലയിൽ മഴയുണ്ടായത്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ എന്താകും പാലാ നഗരത്തിൻ്റെ സാഹചര്യം എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ശരി, പാലായിൽ നിന്നാണ് റാംഷാ CP വിവരങ്ങൾ നൽകിയത്. പാലാ നഗരമടക്കം ഇപ്പോഴും വെള്ളത്തിലാണ്. ബസ് സ്റ്റാൻഡൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്.
കടകളുടെയും വീടുകളുടെയും സ്ഥിതി പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല വ്യാപാരികൾ, അവരുടെ വിഷമം കൂടി പ്രതികരണങ്ങളിലൂടെ നമ്മൾ അറിയുകയായിരുന്നു. ഒരു വർഷത്തേക്ക് തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് അവർ തള്ളിവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ്. അതിനുള്ള സ്വരുക്കൂട്ടി വെച്ചതെല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് വ്യാപാരികൾ മാറിയിരിക്കുന്നത്.